Hi all. ഇന്ന് നമ്മൾ കൺസ്ട്രക്ഷൻ ഓഫ് ക്വാഡ്രിലാറ്ററൽസിന്റെ when three sides and two included angle are given എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. Construct a quadrilateral ABCD where AB equal to 4 cm, BC equal to 5 cm, CD equal to 6.5 cm and angle B equal to 105 degree and angle C equal to 80 degree. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം നമ്മളുടെ റഫ് സ്കെച്ച് വരയ്ക്കാം. ABCD അല്ല എന്ന് ABCD ആണ് തന്നത്. ബി സി എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആണ്. ബി സി ഈക്വൽ ടു 5 സെന്റിമീറ്റർ. എ ബി ഈക്വൽ ടു 4 സെന്റിമീറ്റർ ആണ്. പിന്നെന്താ സി ഡി ഈക്വൽ ടു 6.5 സെന്റിമീറ്റർ. ആംഗിൾ ബി ഈക്വൽ ടു 105 ഡിഗ്രി. ആംഗിൾ ബി ഈക്വൽ ടു 105 ഡിഗ്രി. ആംഗിൾ ബി ഈക്വൽ ടു 105. ആംഗിൾ സി ഈക്വൽ ടു 80 ഡിഗ്രി. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റെപ്പ് 1, ഡ്രോ ലൈൻ സെഗ്മെന്റ് എ ബി ഈക്വൽ ടു 4 സെന്റിമീറ്റർ. ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ലൈൻ സെഗ്മെന്റ് എ ബി എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ ആയിട്ട് എടുത്തു. അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? 105 ഡിഗ്രിയാണ് എടുക്കേണ്ടത്. 105 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മളുടെ എ ബി. ഇവിടെ നമ്മൾ ആർക്ക് കട്ട് ചെയ്യുന്ന മെത്തേഡ് വെച്ചിട്ട് ഡ്രോ ആംഗിൾ ബി ഈക്വൽ ടു 105 ഡിഗ്രി ബൈ കട്ടിങ് ദ ആർക്ക് മെത്തേഡ്. കട്ടിങ് ആർക്ക് മെത്തേഡ് വെച്ചിട്ട് നമ്മൾ ബി ഈക്വൽ ടു 105 ഡിഗ്രി ആണെന്ന് നമുക്ക് മാർക്ക് ചെയ്യാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഒരു ബിയിൽ നമ്മൾ കോമ്പസ് വെക്കും. ബിയിൽ കോമ്പസ് വെച്ചിട്ട് നമ്മൾ ഒരു സെമി സർക്കിൾ വരയ്ക്കും. ഇപ്പം ഈ പോയിന്റ് എ ബി എന്ന് പറയുന്ന ലൈനുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്ന പോയിന്റ് നമ്മൾ വെച്ചിട്ട് അതേ ലെങ്ത് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഒരു ആർക്ക് വരയ്ക്കും. ഈ പോയിന്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതേ ലെങ്ത് എടുത്തിട്ട് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കും. അപ്പം നമുക്ക് എന്ത് കിട്ടും? ഇത് 60 ഡിഗ്രി ആണെന്നും ഇത് 120 ഡിഗ്രി ആണെന്നും നമുക്ക് കിട്ടും. 60യും 120യും കിട്ടി. അപ്പോൾ അതിൻ്റെ നേർ പകുതിയിലാണ് നമ്മൾ എന്തുണ്ട്? 90 ഡിഗ്രി ഉള്ളത്. അപ്പോൾ 60യിൽ നമ്മളൊരു കോമ്പസ് വയ്ക്കും, എന്നിട്ട് ഒരേ ലെങ്ത് എടുത്ത് ആർക്ക് വരയ്ക്കും. 120യിൽ നമ്മൾ കോമ്പസ് വയ്ക്കും, എന്നിട്ട് ഒരേ ലെങ്ത് എടുത്ത് ആർക്ക് വരയ്ക്കും. അപ്പോൾ ഇതാണ് നമ്മളുടെ 90 ഡിഗ്രി. 90 ഡിഗ്രി കിട്ടി. 90ൻ്റെയും 120ൻ്റെയും ഇടയിൽ നേർ പകുതിയാണ് 105. നമുക്ക് 105 ആണ് വേണ്ടത്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ വയ്ക്കും കോമ്പസ്. ഇവിടെ കോമ്പസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആർക്ക് കട്ട് ചെയ്യും. 120യിൽ നമ്മൾ കോമ്പസ് വെച്ചിട്ട് ആർക്ക് കട്ട് ചെയ്യും. അപ്പം ഇതാണ് നമ്മളുടെ 105 ഡിഗ്രി എന്ന് പറയുന്നത്. 105 ഡിഗ്രിയാണ് ഇത്. അങ്ങനെ ആംഗിൾ ബി ഈക്വൽ ടു 105 കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? 5 സെന്റിമീറ്റർ എടുക്കണം. മെഷർ ബി സി ഈക്വൽ ടു 5 സെന്റിമീറ്റർ യൂസിങ് കോമ്പസ്. ബി സി ഈക്വൽ ടു 5 സെന്റിമീറ്റർ എന്ന് മെഷർ ചെയ്യാം നമ്മൾ കോമ്പസ് വെച്ചിട്ട്. അപ്പം ഇത് 5 സെന്റിമീറ്റർ ആയിട്ട് എടുത്തു. ഇനി അവിടെ നിന്ന് എന്ത് ചെയ്യും? സി വരയ്ക്കും. ആംഗിൾ സി ഈക്വൽ ടു 80 ഡിഗ്രി വെച്ചിട്ട് നമ്മൾ ഡിയിലേക്ക് പോകണം. ആംഗിൾ സി ഈക്വൽ ടു 80 എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ പ്രൊട്രാക്ടർ വയ്ക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? 80 ഡിഗ്രി ഇവിടെ മാർക്ക് ചെയ്യും. മെഷർ ആംഗിൾ സി ഈക്വൽ ടു 80 ഡിഗ്രി ആൻഡ് സി ഡി ഈക്വൽ ടു 6.5 സെന്റിമീറ്റർ. 6.5 സെന്റിമീറ്റർ ആണ് നമ്മൾ മെഷർ ചെയ്യണം. അത് 6.5 സെന്റിമീറ്റർ ആയിട്ട് എടുത്താൽ നമുക്ക് കണക്ട് ചെയ്തൂടെ? എ കിട്ടും. 5 ജോയിൻ എ ഡി. അങ്ങനെ നമ്മൾ നമ്മളുടെ ക്വാഡ്രിലാറ്ററൽ വരച്ചു. ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ആദ്യം നമ്മൾ എ ബി പറയുന്ന ലൈൻ സെഗ്മെന്റ് വരച്ചു. എ ബി പറയുന്ന ലൈൻ സെഗ്മെന്റ് 4 സെന്റിമീറ്റർ ആയിട്ട് വരച്ചു. എന്നിട്ട് നമ്മൾ ബിയിൽ കട്ടിങ് ദ ആർക്ക് മെത്തേഡ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? 105 ഡിഗ്രി മെഷർ ചെയ്തെടുത്തു. അതായത് ആദ്യം നമ്മൾ ബിയിൽ കോമ്പസ് വരയ്ക്കും, എന്നിട്ട് സെമി സർക്കിൾ വരയ്ക്കും, എന്നിട്ട് നമ്മളുടെ ലൈനുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്ന പോയിന്റിൽ നമ്മൾ അതേ കോമ്പസ് വെച്ചിട്ട് അതേ ലെങ്ത് എടുത്തിട്ട് നമ്മളിവിടെ ആർക്ക് കട്ട് ചെയ്യും. ഇവിടെ ആർക്ക് കട്ട് ചെയ്തതിനു ശേഷം ഈ പോയിന്റ് കോമ്പസ് വെച്ചിട്ട് നമ്മൾ ഇവിടെ ആർക്ക് കട്ട് ചെയ്യും. അപ്പം നമുക്ക് 60 ഡിഗ്രി ഇവിടെ കിട്ടും, 120 ഡിഗ്രി ഇവിടെയും കിട്ടും. 60ൻ്റെയും 120ൻ്റെയും സെൻട്രൽ പോർഷനിലാണ് നമ്മളുടെ 90 ഉള്ളത്. അപ്പം നമ്മൾ എന്ത് ചെയ്തു? 60യിൽ കോമ്പസ് വയ്ക്കും, എന്നിട്ട് ആർക്ക് കട്ട് ചെയ്യും. 120യിൽ കോമ്പസ് വയ്ക്കും, ആർക്ക് കട്ട് ചെയ്യും. നമുക്ക് 90 ഡിഗ്രി കിട്ടും. 90ൻ്റെയും 120ൻ്റെയും സെൻട്രൽ പോർഷനിലാണ് നമ്മളുടെ എന്ത് 105 ഡിഗ്രി ഉള്ളത്. അപ്പം നമ്മളുടെ 90യിൽ നമ്മളിവിടെ കോമ്പസ് വയ്ക്കും, ആർക്ക് കട്ട് ചെയ്യും. 120യിൽ കോമ്പസ് വയ്ക്കും, ആർക്ക് കട്ട് ചെയ്യും. അപ്പം നമുക്ക് എന്ത് കിട്ടും? 105 ഡിഗ്രി നമുക്ക് കിട്ടും. 105 ഡിഗ്രി കിട്ടിയാൽ നമ്മൾ ബി ആംഗിൾ ബി ഈക്വൽ ടു 105 എന്ന് നമ്മൾ മാർക്ക് ചെയ്തു. ആംഗിൾ ബി ഈക്വൽ ടു 105ഉം
ബി സി ഈക്വൽ ടു 5 സെന്റിമീറ്റർ ആയിട്ട് നമ്മൾ മെഷർ ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? സി എന്ന് പറയുന്ന പോയിന്റ് കിട്ടും. സി എന്ന് പറയുന്ന പോയിന്റ് കിട്ടിയാൽ നമുക്ക് എന്ത് പറയാം? ആംഗിൾ സി ഈക്വൽ ടു 80 ഡിഗ്രി ആണെന്ന് പറയും. ആംഗിൾ സി ഈക്വൽ ടു 80 ഡിഗ്രി നമ്മൾ പ്രൊട്രാക്ടർ യൂസ് ചെയ്തിട്ട് വരയ്ക്കും. ആംഗിൾ സി ഈക്വൽ ടു 80 ഡിഗ്രിയും സി ഡി ഈക്വൽ ടു 6.5 സെന്റിമീറ്റർ ആയിട്ട് നമ്മൾ വരയ്ക്കും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഡി എന്ന് പറഞ്ഞാൽ കിട്ടും. ഇപ്പൊ എല്ലാ പോയിന്റ്സും നമുക്ക് കിട്ടി. എയും ബിയും സിയും ഡിയും കിട്ടി. അപ്പൊ നമ്മൾ അത് ജോയിൻ ചെയ്യും. എ ഡി എന്ന് പറയുന്നത് ജോയിൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി എന്ന് കിട്ടും.